ഇതിൻ്റെ ഒരു ബ്ലോഗിനകത്ത് ഞാൻ എങ്ങനെയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ കണ്ടതെന്നുള്ള ഒരു വിശേഷം പറയാമെന്ന് പറഞ്ഞു. ഗായ്സ്, ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എന്താ പറയുക, എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ വന്നത്. അത് നല്ലൊരു കിഡിലം മൊമെൻ്റ് ആയിരുന്നു ഗൈസ്. ആൾക്ക് ഒരു ജാടില്ലാന്ന് എനിക്ക് അപ്പരാണ് മനസ്സിലായത്. ഇലക്ഷൻ്റെ ഭാഗമായിട്ട് ആണ് ആൾ വന്നത്. പക്ഷെ അത് ഞാൻ മാറ്റി നിർത്തി കളഞ്ഞ ആൾ അടിപൊളിയാണ്. ഞാൻ വീട്ടിൽ ഇരുന്ന് ചുമ്മാ എൻ്റെ ഫോൺ ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിപ്പോകും. അപ്പം ഞാൻ വിചാരിച്ചത് എന്ത് സംഭവം. അപ്പം വെളിയോട്ട് ഇറങ്ങിയപ്പം ഡോക്ടർ റോബിനെ കണ്ടു. അപ്പം ഞാൻ ഒരാൾക്ക് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു സ്വിഗ്ഗിക്കാരനടുത്ത് ചോദിച്ച്, ബ്രോ ഫോട്ടോ എടുക്കാൻ പറ്റുമോ? അപ്പം പുള്ളി പറഞ്ഞ് ചോദിച്ചു നോക്ക്. ആ ചോദിക്കാൻ പോയ ഓർമ്മ മാത്രമേ ഉള്ളൂ. പുള്ളി ഒരു എൻ്റെ സ്വന്തം ഫോൺ മേടിച്ചു പുള്ളി കാറിൽ നിന്ന് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് വെളിയിറങ്ങി നിന്ന് ഫോട്ടോ എടുത്ത്. ആ സീനൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ മൊമെൻ്റ് ആണ്. പുള്ളി ഒരു സ്ഥാനാർത്ഥി അത് ആ പുള്ളിയുടെ പേഴ്സണായിട്ടുള്ള കാര്യം, അത് നമ്മൾ എന്താ പറയേണ്ടത് യാതൊരു ആവശ്യമില്ല. പക്ഷേ റിയൽ പേഴ്സണലിൽ ആൾ അടിപൊളിയാണ്. ഞാൻ ആദ്യം ചോദിച്ചതെന്ന് വെച്ചാൽ, പുള്ളി കണ്ടപ്പോൾ ഞാൻ ചോദിച്ചതെന്ന് വെച്ചാൽ ഒരു കാര്യം വെച്ചാൽ, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അല്ലേ? അപ്പം ഞാൻ നമ്മളെ ആരതി പൊടിയെ കുറിച്ച് ചോദിക്കണമെന്നുണ്ടായിരുന്നു എനിക്ക്. പിന്നെ എനിക്ക് വീഡിയോ എടുക്കണമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കറക്റ്റ് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ മൈൻഡിൽ വരത്തില്ല. പുള്ളി കണ്ടതിൽ എക്സൈറ്റ്മെൻറ്റ്. പുള്ളി ഫോട്ടോ എടുത്തിട്ട് പെട്ടെന്ന് പോയി. ഗൈസ്, ആ ഫോട്ടോ എടുക്കാൻ കാണിച്ച ഒരു മനസ്സുണ്ടല്ലോ, അതിനൊരു ബിഗ് സല്യൂട്ട് കൊടുക്കണം ഡോക്ടർ റോബിന്. നല്ലൊരു വ്യക്തിത്വമാണ് ഗൈസ്. എനിക്ക് കാണാൻ ഒരുപാട് ആഗ്രഹമുള്ള ഒരാളാണ്, കാണാൻ ഇഷ്ടമുള്ള ഒരാളാണ്, നല്ലൊരു പേഴ്സണാലിറ്റിയിലോട്ട് ഒരാളാണ്. ഞാൻ എൻ്റെ ഒരു ചേട്ടനെ പോലെയാണ് കാണുന്നത്. തമിഴ്നാട്ടിൽ തലപതി വിജയ് കഴിഞ്ഞാൽ ഈ റിയൽ ലൈഫിൽ ഞാൻ എടുത്ത ഒരാളാണ് ഡോക്ടർ റോബിൻ. അപ്പോൾ നമുക്ക് എന്തൊരാഗ്രഹം ഉണ്ടെങ്കിലും അത് കിട്ടാൻ അധിക സമയമൊന്നുമില്ല. നമ്മൾ വിഷമിച്ചാൽ നമ്മൾ പോലും അറിയാതെ, നമുക്കൊരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ അത് ദൈവം നമുക്ക് കൊണ്ടെത്തിക്കും എന്നുള്ളൊരു തെളിവാണ്. ചിലപ്പോൾ നിങ്ങൾ വീട്ടിൻ്റെ തൊട്ടടുത്തായിരിക്കും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾ വരുന്നത്.